ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ഇൻസീഡിയസ് കൂടെ പോയി കണ്ടു. ഞാനങ്ങനെ ഹൊറർ മൂവീസ് കാണിച്ച കുറവാണ്. ഇതിൻ്റെ പഴയ പാർട്സൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. ഞാനത് യൂട്യൂബിലൊക്കെ നോക്കി പഴയ പാട്ട് എന്താണെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് പോയി കണ്ടത്. പടം അത്യാവശ്യം ഹൊററുണ്ട്. വലിയ കാര്യമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോംബികളെ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അവരവിടെ കിടന്ന് എന്താ, എനിക്ക് പെട്ടെന്ന് സോംബികളുടെയൊക്കെ ഓർമ്മ വന്നു അതിൻ്റെ അകത്ത്. ഇങ്ങനെ ഒന്നാമത് ഈ ഹൊറർ പടം എന്ന് പറയുന്നത് തന്നെ ലോജിക്കില്ലാത്ത സാധനമാണ്. പിന്നെ നമ്മൾ കാണും, അത് വേറെ കാര്യം. എനിക്ക് ഈ പടം കണ്ടപ്പം, ഇൻസീഡിയസ് കണ്ടപ്പോൾ ഒരു ഡ്രീം പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തു കേട്ടോ. വളരെ പറയാം, ഒരു നമ്മളെന്തോ ഒരു സ്വപ്ന ലോകത്തോടെ ചില സമയത്തൊക്കെ നമ്മൾ സ്വപ്നത്തിൽ സഞ്ചരിക്കുക. നമ്മൾ ഇതിനേക്കാൾ മനാതിങ്ങ് തടന്ന് കിടക്കുന്നു, നമ്മളെ ആരെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, നമ്മുടെ നേരെ നമ്മുടെ ദേഹത്തോട്ട് കയറിയിരിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരത്തില്ലേ? ആ ഒരു സ്വപ്നത്തിലുണ്ട്. ആ ഒരു ഫ്രെയിമിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കാണുമല്ലോ. ആ ഡ്രീം കാണുമ്പോൾ ഉള്ള ആ മൈൻഡിലുള്ള ആ ഒരു ഫ്രെയിംസൊക്കെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഈ ചിൽഡ്രൻസ് ട്രോമയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് 18+ ആണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും പോയി കാണില്ല, നിങ്ങൾ പ്രായപൂർത്തിയായവർ പോയി കാണുക. ഇതിലെ മെയിൻ റോള് ചെയ്യുന്ന ആളൊരു ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾ ഡെൻ്റൽ ഡോക്ടർമാരൊക്കെ ആണെന്ന് പോയി ഇത് കണ്ടു നോക്കുക, നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രേതാണ്. എനിക്ക് ഇടയ്ക്ക് എന്തോ അറപ്പും ആ കാരണങ്ങളുടെയൊക്കെ വായിന്നൊക്കെ എന്തൊക്കെയോ, ഞാൻ പറയുന്നില്ല, അത് കണ്ടപ്പോൾ എന്തൊക്കെയോ അറപ്പും പേടിയും ഒക്കെ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഫീൽ ചെയ്തു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഫീൽ ചെയ്യുമെങ്കിലും ഞാൻ വീണ്ടും റിക്കവറി എടുത്ത്. വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് ആരുമൊന്നുമില്ല, എല്ലാവരും ആൾ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേടിയില്ല. ചില നമ്മളൊരു ഏരിയയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നമ്മളെ പേടിപ്പിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ചെറുതാണെങ്കിലും നമ്മളൊന്ന് പേടിക്കും. പടം പിന്നെ 2 മണിക്കൂർ താഴെ, 1.25 ഉള്ളൂ, അത് മതി. പഴയ ഇൻസീഡിയസിൻ്റെയൊക്കെ സീരീസ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, പേടിപ്പീര് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് ബേസ് നോക്കുമ്പം വീക്കാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. പഴയ പാർട്സൊക്കെ കണ്ടിട്ട് ഇത് കാണാൻ പോകുന്നതാണ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പം ദൃശ്യം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ഇറക്കി വിടുന്ന പോലെ ഇതും കുറച്ച് പാർട്സ് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ പാർട്ട്. പിന്നെ അവരെ സംബന്ധിച്ച് ഒരു ബ്രാൻഡുണ്ട്, ഇൻസീഡിയസ് എന്നുള്ള ബ്രാൻഡുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് നെയിം വെച്ചോണ്ട് അവർ ചിലപ്പോൾ ഇനി ഇറക്കും. ഇത് വേൾഡ് വൈഡ് ആണ്, മുടക്കി മുതൽ എന്താണെങ്കിലും കിട്ടും. ആളുകൾ ഓരോ തവണയും പ്രതീക്ഷിക്കും, ഈ പ്രാവശ്യം കുറച്ചുകൂടെ ഉണ്ടായിരിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. എല്ലാ പാട്ടിറക്കുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ പൾസ് ഒന്ന് നോക്കിയിട്ട് അവർക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ, ഇതൊന്നും അവർ നോക്കത്തില്ല. പണമുണ്ട്, ആ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വേൾഡ് വൈഡ് ആണ്, ആരിലൊക്കെ കണ്ട് എവിടെ നിന്നൊക്കെ അത് റിട്ടേൺ വരും. അതാണ് അവിടെ ഒരു കോൺഫിഡൻസ്. എന്താണെങ്കിലും ഹൊറർ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു പരീക്ഷ നടത്താവുന്നതാണ്. എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. പേടിപ്പിക്കാനുള്ള സാധനമൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒന്ന്, നോർമലി നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അടുത്ത ആരും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടിക്കുന്ന രംഗങ്ങളൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പേടിക്കും. പിന്നെ ഈ തറപ്പ് വരുന്ന രീതിയിൽ ഓരോന്നൊക്കെ കാണിക്കുമ്പം നമുക്ക് എന്താ പോലെയൊക്കെ തോന്നും. എനിക്ക് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു ഓണയൂണ് തിന്നാമെന്ന് വെച്ച്, ഓണമാണ് അത് കഴിക്കാൻ പോയിട്ട് ഇത് ഞാൻ വേണ്ടെന്ന് വെച്ച്. എനിക്കിതെല്ലാം കൂടെ തലയിട്ട് വന്നിട്ട് എന്തും ഈ ഗംസ്കെയറൊക്കെ നമ്മൾ മടുത്തത് കുറേ നാളായിട്ടെടുത്ത് പ്രയോഗിക്കുന്നതല്ലേ, നമുക്കറിയാമല്ലോ. അതൊന്നും നമ്മൾ ചില സിറ്റുവേഷൻ ഡിപ്പെൻസ്, അത് ആ സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ പോലെ ഇരിക്കും അത് വർക്കൗട്ട് ആവുന്നത്. എല്ലായ്പ്പോഴൊന്നും വർക്കൗട്ട് ആകത്തില്ല. പിന്നെ ഇൻസീഡിയസിന് അവസാനവും ഇല്ല, അതിങ്ങനെ പറഞ്ഞു പോകുന്നു. ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. എന്താണെങ്കിലും സ്ക്രിപ്റ്റ് ബേസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളിപ്പം സ്ക്രിപ്റ്റ് നോക്കുന്നില്ല, ഹൊറർ ഒരു ഫീൽ, ഹൊറർ കണ്ട് പേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഇത് വർക്കൗട്ട് ആകും കേട്ടോ. ഞാൻ ഉറപ്പും വെറുപ്പൊക്കെ തോന്നുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പരിപാടി ഉണ്ട്. എക്സ്ട്രീം ഫിയറൊക്കെ ഇട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊന്നും വർക്കൗട്ട് ആകത്തില്ല. ഒരു പട്ടിക്കുള്ള ഐറ്റം ഉണ്ട്, പോവുക, പേടിച്ച് എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.